സോ അടുത്ത ക്വസ്റ്റ്യൻ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ബോട്ട്സ് ആൻഡ് സ്ട്രീംസിന്റെ ബേസിക് ഐഡിയ ഇതാണ്. ഒരു ബോട്ടിന് 2 സ്പീഡ് ഉണ്ട്. ഒന്ന് ആ ബോട്ടിന്റെ സ്പീഡ്, 2 ആ ബോട്ട് സഞ്ചരിക്കുന്നത് ഒരു റിവറിലൂടെയോ വാട്ടറിലൂടെയോ അല്ലെങ്കിൽ വാട്ടർ കറണ്ടിലൂടെയോ ആണെങ്കിൽ ആ വാട്ടറിന്റെ സ്പീഡ്. കാര്യം ആ വാട്ടറിന്റെ സ്പീഡും ബോട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? ഇപ്പൊ താഴോട്ട് പോവുകയാണെങ്കിൽ വാട്ടറിന്റെ സ്പീഡ് ബോട്ടിനെ തള്ളും. സോ സ്പീഡ് ഡൗൺ സ്ട്രീം ഇസ് സ്പീഡ് ഓഫ് ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് വാട്ടർ. സ്പീഡ് ഓഫ് ബോട്ട് എക്സ് എന്നും സ്പീഡ് ഓഫ് വാട്ടർ വൈ എന്നും വിളിച്ചാൽ എക്സ് പ്ലസ് വൈ ആയിരിക്കും ഡൗൺ സ്ട്രീം പോകുമ്പോൾ. അപ്സ്ട്രീം ആണെങ്കിൽ വാട്ടർ ബോട്ടിനെതിരല്ലേ, അപ്പോൾ സ്പീഡ് ഓഫ് ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് വാട്ടർ വരണം. ഇവിടെ എക്സ് പ്ലസ് വൈയും ഇവിടെ എക്സ് മൈനസ് വൈയുമാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, സ്പീഡ് ഓഫ് ബോട്ട് തന്നെയാണ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത്. അതേപോലെ സ്പീഡ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാലും സ്പീഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാലും സ്പീഡ് ഓഫ് വാട്ടർ കറണ്ട് എന്ന് പറഞ്ഞാലും സ്പീഡ് ഓഫ് റിവർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. സോ ഒരാള് 8 km/h ബോട്ടിന്റെ സ്പീഡ് 8 km/h ആണെന്ന് പറയുന്നു. സോ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 8, വൈ എന്ന് പറയുന്നതോ വാട്ടറിന്റെ സ്പീഡ് അത് 2 ആണ്. സോ ഡൗൺ സ്ട്രീം ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇറ്റ് ടേക്സ് ഹിം 2 hours ടു റോ ടു എ പ്ലേസ് ആൻഡ് കം ബാക്ക്. അയാൾ താഴോട്ടാണ് ആദ്യം സഞ്ചരിക്കുന്നതെന്നും തിരിച്ച് മേളിലോട്ടാണ് സഞ്ചരിക്കുന്നതെന്നും വിചാരിക്കുക, വാട്ടറിന്റെ കറണ്ടിന്റെ ഡിറക്ഷൻ വെച്ചിട്ട്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ആണ് ആദ്യം താഴോട്ട് പോകാൻ എടുക്കുന്ന സ്പീഡ്, എക്സ് മൈനസ് വൈ ആണ് മേളിലോട്ട് വരാൻ. സോ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 8 + 2 10, 8 - 2 6. സോ ആ സമയങ്ങൾ എന്ന് പറയുന്നത് കൂട്ടിയാൽ 2 hours കിട്ടണം. സോ ടൈം ടു ഗോ ഡൗൺ സ്ട്രീം പ്ലസ് ടൈം ടു ഗോ അപ്പ് സ്ട്രീം ഇത് തമ്മിൽ കൂട്ടിയാൽ 2 hours കിട്ടണമെന്ന്. ടൈം ഇസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? സ്പീഡ് ഇസ് ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ടൈം ഇസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. താഴോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഹൗ ഫാർ ഇസ് ദ പ്ലേസ്? ലെറ്റ് എക്സ് ബി ദാറ്റ് ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഡൗൺ സ്ട്രീം ഇസ് 10. ഈ കണ്ടുപിടിച്ച 10. സോ എക്സ് ബൈ 10 പ്ലസ് സ്പീഡ് അപ്സ്ട്രീം ഇസ് 6. സോ എക്സ് ബൈ 6 ബിക്കോസ് അപ്സ്ട്രീമും അതേ ദൂരം തന്നെയല്ലേ, തിരിച്ച് അതേ ദൂരം തന്നെയല്ലേ സഞ്ചരിക്കുന്നത്. ഇത് തമ്മിൽ കൂട്ടിയാൽ 2 വരും. ഇതിനെ സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. LCM എടുക്കുന്നു 30. സോ ദിസ് ഇസ് 3x പ്ലസ് 5x equal to 2, that is 8x equal to 60. So x is equal to 60/8. 60/8 ചെയ്യുമ്പോൾ 7.5 എന്ന് കിട്ടും. ഓപ്ഷൻ 1 is the correct answer for this question.